പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. നാളെ വിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ്. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്, നമുക്ക് നമസ്കാരത്തിലൊക്കെ പലരൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദെ ഈ നിസ്കാരത്തിൽ സുജൂദിൽ ദീർഘമായിട്ട് ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കുന്നവർ, സുജൂദിൽ കുറേ നേരം കിടക്കുക, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ സുജൂദിൽ കിടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആ ഏതെങ്കിലും ഉണ്ടോ? സുജൂദിൽ കിടന്നിട്ട് ചെയ്യാൻ പറ്റിയ ദുആ, സുജൂദിൽ കിടന്നിട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നമ്മളറിയാതെ വിജയത്തിലേക്ക് എത്തിക്കും. നമ്മളറിയാതെ നമ്മുടെ കടങ്ങൾ മാറും, നമ്മളറിയാതെ നമ്മുടെ രോഗങ്ങൾ ശിഫയാകും, നമ്മളറിയാതെ നമ്മുടെ പ്രതിസന്ധികൾ മാറും. മഹാനായ അബൂ ഉമാമ എന്ന സ്വഹാബിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വാസമായി പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ ദുആയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ദുആ നമ്മൾ നിത്യമായി പറയുകയും നമ്മുടെ നമസ്കാരത്തിൽ സുജൂദുകളിൽ ഇത് കാണാതെ പഠിച്ച് പറയാൻ പറ്റില്ല, ഏറ്റവും നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആ പറഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി മറിയും, നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെയോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ ദുആരക്കണം. പക്ഷെ ചില കാര്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നു. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ദുആ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ദുആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട ദുആകളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹു തആല ഇത് കേട്ട് ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. നാളെ സുന്ദരമായ ശഅബാൻ മാസത്തിന്റെ പവിത്രമായ ഒരു വെള്ളിയാഴ്ച ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്രയും ദിവസവും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ 17ാമത്തെ ദിനമാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 18ാമത്തെ രാവിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനിയിപ്പോൾ 18 കഴിഞ്ഞ് 19, 20 ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞ ശഅബാൻ പകുതി നമ്മളോട് വിട പറയുന്നു. പകുതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ദിവസങ്ങൾ ഇവിടെ പറയുന്നു. പിന്നെ ഏതാനും 9ഓളം ദിവസങ്ങൾ മാത്രമാണ് പിന്നീട് നമുക്ക് റമദാനിലേക്ക് ദൂരമുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും വിശുദ്ധമായ റമദാനിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമദാനിലേക്ക് എത്തി ഒരുപാട് പടച്ചോൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മൾ വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പവിത്രമായ ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കുകയാണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ സ്വലാത്തുകൾ പറയുന്നുണ്ട്, പറയണം. പിന്നെ ദിക്ർ ഔറാദുകൾ പറയുന്നുണ്ട്, പറയണം. പിന്നെ നമ്മുടെ നമസ്കാരാദി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് അൽഹംദുലില്ലാഹ് നോമ്പെടുത്തിട്ടുള്ള ആളുകളുണ്ടാകും, അല്ലേ? ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. സുന്നത്തായ നോമ്പ് പിടിച്ചിട്ടുള്ളവരുണ്ടാകും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം മദീന പള്ളിയിൽ വന്നിട്ട് ഒരു വഖത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ പള്ളി വിട്ടു പോകുന്നില്ല. ഒരു ദിവസം സുബഹി നമസ്കരിക്കാൻ വേണ്ടി വന്നു. സുബഹി കഴിഞ്ഞ് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് ഖുർആനോത്തൊക്കെ കഴിഞ്ഞ് സ്വഹാബിമാരൊക്കെ വീട്ടിലേക്ക് പോകും, നബിതങ്ങളും വീട്ടിൽ പോകും. പക്ഷേ ഈ സ്വഹാബി മാത്രം വീട്ടിൽ പോയിട്ടില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ദുഹർ കഴിഞ്ഞു, വീട്ടിൽ പോയില്ല. അസർ കഴിഞ്ഞു, വീട്ടിൽ പോയില്ല. മഗ്രിബ് കഴിഞ്ഞു, വീട്ടിൽ പോയില്ല. ഇശാ കഴിഞ്ഞു, വീട്ടിൽ പോയില്ല. പിറ്റേന്ന് സുബഹിക്ക് ചെല്ലുമ്പോഴും പള്ളിയിൽ ഇദ്ദേഹമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ ആ അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അബൂ ഉമാമ, എന്താ വീട്ടിലേക്ക് പോവാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്താ വീട്ടിൽ പോവാത്തത്? ആ സമയത്ത് ആ സ്വഹാബി വളരെ വിഷമത്തോടെ, വളരെ സങ്കടത്തോടെ, വളരെ പ്രയാസപ്പെട്ട് പറയുകയാണ്, നബിയെ, എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. കാരണം ഞാൻ വീട്ടിൽ ചെന്നാൽ എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്താ സമാധാനമില്ലാത്ത? വീട്ടിൽ പ്രശ്നമായിട്ടല്ല, വീട്ടിൽ ഭാര്യയുമായിട്ട് പ്രശ്നമായിട്ടല്ല, മറിച്ച് ഞാൻ വീട്ടിൽ ചെന്നാൽ ഞാൻ പൈസ ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട്, കടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഞാൻ വിഷമിക്കുകയാണ്. അപ്പം ഞാൻ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അവരൊക്കെ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വരും. എന്നിട്ട് എന്നോട് ഇങ്ങനെ പൈസ താടാ, തിരിച്ചു താടാ എന്ന് ചോദിക്കും. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് നബിയെ? എനിക്കാണെങ്കിൽ നല്ലൊരു ജോലിയില്ല, എൻ്റെ മക്കളൊക്കെ ചെറിയ മക്കളാണ്, എനിക്ക് കടം വീട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഏത് സമയത്താണ് മരണം വരിക എന്നറിയില്ലല്ലോ.
പക്ഷെ എനിക്ക് കടം വീട്ടാനുള്ള അവസരമില്ല നബിയെ. അപ്പം ഞാൻ കടക്കാരെ പേടിച്ച് വീട്ടിലേക്ക് പോകാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. നബിയെ, ഞാൻ എന്ത് ചെയ്യും? ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആലാഹുവിനോട് പറയുന്നു, അബൂ ഉമാമ, ഞാനൊരു കെലിമത്ത് പറഞ്ഞു തരാം. നബി തങ്ങൾ കെലിമത്ത് എന്നാ, അതായത് ഒരു ദുആ പറഞ്ഞു തരാം, ഒരു വാചകം പറഞ്ഞു തരാം. ഈ വാചകം നീ സ്ഥിരമായി പറയുകയാണെങ്കിൽ, സ്ഥിരമായി എന്ന് പറഞ്ഞാൽ ദായിമൻ എന്നാൽ സ്ഥിരമായി പറഞ്ഞാൽ, ഈ സ്ഥിരമെന്ന് പറഞ്ഞാൽ അത് 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം പറയേണ്ട ഒരു ദിക്ർ എന്നല്ല, മറിച്ച് നമ്മൾ ഒരു ദിവസം എത്ര വട്ടം പറയാൻ പറ്റുമോ അത്ര വട്ടം പറയുക. പറയുന്ന സമയത്ത് നല്ല ഇഖ്ലാസോടുകൂടി, നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി പറയുക. പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നിന്റെ കടം വേഗത്തിൽ അല്ലാഹു തആല വീട്ടിത്തരും. മാത്രമല്ല നിന്റെ ഹമ്മ്, നിന്റെ മനക്ലേശം, ടെൻഷൻ, പ്രതിസന്ധിയൊക്കെ അല്ലാഹു തആല മാറ്റിത്തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ എന്ന സ്വഹാബിയോട് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ. നമ്മളെല്ലാവരും ഈ ദുആ പഠിച്ചവരാണ്. പല വീഡിയോയിലും നമ്മൾ ഈ ദുആ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് ദുആ വസിയത്ത് ഒരുപാട് കമന്റിലൂടെ ഇങ്ങനെ പറയുമ്പോൾ, കടങ്ങളാണ്, പ്രതിസന്ധിയാണ്, പ്രയാസമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓരോരുത്തർ അങ്ങനെ നമ്മുടെ ദുആ വസിയത്ത് പറയുന്ന അല്ലെങ്കിൽ കമന്റ് എഴുതുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഈ ദുആയാണ്. ഈ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് തൊട്ട് നിങ്ങൾ പറയും. ഒരാഴ്ച നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞാൽ മതി. മഹാനായ അബൂ ഉമാമ തങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഒരാഴ്ച അദ്ദേഹം സ്ഥിരമായി ഇത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഇതെങ്ങനെയാണ് എൻ്റെ ഈ കടങ്ങൾ ഞാൻ വീട്ടിയതെന്ന്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കടങ്ങളും അല്ലാഹു തആല വീട്ടാനുള്ള അവസരം കൊടുത്തു എന്നാണ്. അപ്പോൾ ഒന്ന്, ഈ ദുആ സ്ഥിരമായി പറയുക. 2, പറയുമ്പോൾ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയും. ഇത് പടച്ചോൻ എനിക്ക് ഉത്തരം തരും. ഇപ്പം ലക്ഷക്കണക്കിന് കടമുണ്ടാവാം, കോടിക്കണക്കിന് കടമുണ്ടാവാം, എങ്ങനെ വീട്ടുമെന്നറിയില്ല, ജോലിയും കൂലിയുമില്ല. അത് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. പടച്ചോനെ, ഇതെങ്ങനെ വീട്ടണമെന്ന് എനിക്കറിയില്ല, നീ ഇത് വീട്ടിത്തരണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം പറഞ്ഞോ. ഭർത്താവിൻ്റെ കടങ്ങൾ മാറാൻ ഭാര്യ നിയത്താക്കിയത് പറയും. അതുപോലെ തന്നെ ഭാര്യയുടെ പ്രശ്നം മാറാൻ, മക്കളുടെ പ്രശ്നം മാറാൻ, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാൻ, നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ടാവാൻ, ടെൻഷനാണോ ടെൻഷൻ മാറാൻ, ഒക്കെ മനസ്സിൽ എന്താണോ വിഷമം ആ മനസ്സിൽ വിഷമം കൊണ്ടുവന്ന് അത് മാറണമെന്നുള്ള നിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇത് പറയും. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ സുന്ദരമായ സമയത്ത് ഞാൻ ഈ ദുആ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ഇത് സ്ഥിരമായിട്ട് പറഞ്ഞോ കേട്ടോ. ഏതാണ് ആ ദുആ? നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത, മഹാനവറുകൾ ജീവിതത്തിൽ പറഞ്ഞ് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ട ഒരു ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിദ് റിജാൽ. അല്ലാഹുവേ, പടച്ചവനെ, പ്രയാസം വരുന്നതിനെ തൊട്ട്, സങ്കടം വരുന്നതിനെ തൊട്ട്, അതുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ വരുന്നതിനെ തൊട്ട്, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസ്ഥ, അശക്തനായി പോകുന്ന അവസ്ഥ, മടി പിടിച്ചു പോകുന്ന അവസ്ഥ, അല്ലാഹുവേ പിശുക്കനായി പോകുന്ന അവസ്ഥ, പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ, അല്ലാഹുവേ കടങ്ങൾ ഒരുപാടുണ്ട്, കടങ്ങൾ അധികരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവർ എൻ്റെ മേൽക്കോയ്മ നടിക്കുന്ന ഒരു അവസ്ഥ, മറ്റുള്ളവർ എന്നെ ഭരിക്കാൻ വരുന്ന അവസ്ഥയെ തൊട്ടെല്ലാം റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അല്ലാഹ്. ഇതാണ് ആ ദുആഇന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെച്ചോ ഉമ്മച്ചിമാരെ, പഠിച്ചു വെച്ചോ എൻ്റെ വാപ്പമാരെ, പറഞ്ഞോളൂ. ജീവിതത്തിൽ ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ നേടിത്തരുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിദ് റിജാൽ. പഠിച്ചോ? ഈ ദുആ ഒന്ന് പറഞ്ഞു നോക്കിയേ. വളരെ എളുപ്പമാണ് പറയാൻ. ഇത് ആദ്യം പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. ഇത് പറഞ്ഞ് നമുക്ക് നാവിൻ തുമ്പിൽ വളരെ എളുപ്പമായി കിട്ടും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിദ് റിജാൽ. പറഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണ്. ഈ രാവിൽ നമ്മൾ ദുആരക്കുമ്പോൾ ഈ ദുആ നമ്മൾ ഉൾപ്പെടുത്തുക. ഈ ദുആയൊക്കെ നമുക്ക് നമസ്കാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ദുആയാൻ. നിസ്കാരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ചില ദുആകളുണ്ട്.
നിസ്കാരത്തിൽ നമുക്ക് എന്താണ് സുജൂദിൽ കിടന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ചില ദുആകളുണ്ട്. ആ ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. പറ്റുന്നവർ കാണാതെ പഠിക്കുക. പിന്നെ മറ്റൊരു ദുആ, നമുക്ക് ഇതുപോലെ ഒരുപാട് ദുആകളുണ്ട്, ഇത് തന്നെ പറയണമെന്നില്ല, ഒരുപാട് ദുആകളുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊരു ദുആയാണ്. ഇത് നമുക്ക് സുജൂദിൽ കിടന്ന് പറയാൻ പറ്റിയ ഒരു ദുആയാണ്. ഒരുപാട് നേട്ടം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ പഠിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ദുആകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ട് നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതും നല്ലൊരു ദുആയാണത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ദുആ. അത് അല്ലാഹുവിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുള്ള ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്ന സുന്ദരമായ ഇസ്മു പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് നമ്മൾ സഹായം തേടുന്നു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എന്നെന്നും അവശേഷിക്കുന്നവനായ അല്ലാഹുവേ, ബിറഹ്മതിക നിന്റെ കരുണ കൊണ്ട്, അസ്തഗീസ് ഞാൻ നിന്നോട് സഹായം തേടുന്നു. എന്തിനെ തൊട്ടുള്ള സഹായം? ദാരിദ്ര്യത്തെ തൊട്ട്, കടങ്ങൾ വരുന്നതിനെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, നരകത്തെ തൊട്ട്, അദാബിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട്, അല്ല എല്ലാത്തിനെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് സഹായം തേടുന്നു. അപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ആ ദുആ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ കുറേ ദുആകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അൽഹംദുലില്ലാ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ദുആകളാണ്. പിന്നെ അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യുക. എല്ലാ കാര്യത്തിനും വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനും ഒക്കെ നമ്മൾ എല്ലാ നല്ല കാര്യത്തിനും, മറ്റുള്ളവർക്ക് വേണ്ടി ദുആരക്ക്. മറ്റുള്ളവരുടെ പ്രയാസമുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ പ്രയാസത്തിലാണ്, അനിയൻ പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഒരു രോഗമാണ്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആരക്കുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല നമ്മളറിയാതെ നടത്തിത്തരും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മുടെ ദുആയിൽ ഒരു ഇടം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള വഴി തുറന്നു തരുന്നതാണ് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ഇറക്കണം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഒരാളുടെ ജീവിതത്തിൽ ഫിത്ന ഫസാദ് ഉണ്ടാവാൻ. പലരും അങ്ങനെ ദുആ ഇറക്കാറുണ്ട്. ചിലർ ദുആയല്ല, നേരെ പോയി എന്താണ്, ചില വ്യാജ തങ്ങന്മാരുണ്ട്, വ്യാജ മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാരുണ്ട്. ഉസ്താദ് എന്ന് പറയാൻ പറ്റൂല, വ്യാജ മൊയ്ലിയാക്കം, തലേക്കെട്ടകൻ അങ്ങനെ പറയാം. വ്യാജ തലേക്കെട്ടന്മാർ, വ്യാജ തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവർ. അതുപോലെ തന്നെ ഈ കൂടോത്രം ചെയ്യുന്നവരുണ്ട്. അതുപോലെ സിഹർ ചെയ്യുന്ന ജ്യോത്സ്യന്മാർ, അവരുടെ അടുക്കൽ പോയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, സിഹർ ചെയ്യാൻ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല. മറ്റുള്ളവർക്കൊരു നാശമുണ്ടാവാൻ നമ്മൾ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർക്കൊരു, നമ്മുടെ അയൽവാസി, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ, എത്രയോ ആളുകളുണ്ടെന്നറിയോ? എത്രയോ സ്വന്തം അനിയൻ അവൻ്റെ കച്ചവടം പൂട്ടിപ്പോവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു സഹോദരൻ വന്ന് പറയുന്നത്, മനസ്സിൽ ഒരുപാട് മുറാദുണ്ട്, ഹാസിലാവണം. എന്താ മുറാദ്? അനിയൻ്റെ കച്ചവടം പൂട്ടിപ്പോണം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ കച്ചവടം പൂട്ടിപ്പോണം. അങ്ങനെ മറ്റുള്ളവർക്ക് ഫസാദും ഫിത്നയും ഉണ്ടാവാൻ ദ്വാരക്കാൻ ചിന്തിക്കാൻ പാടില്ല, ദ്വാരക്കാനും പാടില്ല. അല്ലാഹു തആല ദുആ സ്വീകരിക്കില്ല. രണ്ടാമത്, തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ആരോഗ്യം. കള്ളു കുടിക്കാൻ ആരോഗ്യം വേണം, അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ ആരോഗ്യം വേണം. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ, മോശത്തരം ചെയ്യാൻ ബാറ് തുറക്കണം. ബാറ് തുറന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ സിനിമ കാണാൻ പോവാൻ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അതിനൊക്കെ വേണ്ടി ദ്വാരക്കുക. അതായത് തെറ്റുകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ദ്വാരക്കുക. അത് അള്ളാഹിനെ കളിയാക്കുന്നത് പോലെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയോ മറ്റൊന്നാണ് എന്ത്? അല്ലാഹുവേ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ. നല്ല ദുആയല്ലേ? നല്ല ദുആയല്ലേ? അല്ലാഹുവേ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ. എന്തിനാണ്? എനിക്ക് കുറേ കാശുണ്ടാക്കണം. മനസ്സിലാതാണ്. അല്ലാതെ കുറേ നിസ്കരിക്കണം, നോമ്പുപിടിക്കണമെന്നല്ല. എനിക്ക് കുറേ കാശുണ്ടാക്കണം. അല്ലാഹു എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ. എന്തിനാ? എനിക്ക് കുറച്ചുകൂടി ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലാതെ നന്മ ചെയ്യാനല്ല. അല്ലാഹു എനിക്ക് നീ ആയുസ് തരണേ. എന്തിനാ? കുറച്ചും കൂടി തെറ്റൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ മോശത്തരം ചെയ്യാൻ വേണ്ടി, ഗുണമില്ലായ്മക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദ്വാരക്കുക, അത് ചെയ്യാൻ പാടില്ല. പിന്നെയോ നമ്മുടെ മക്കൾക്കെതിരെ നമുക്ക് ദ്വാരക്കാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിനെതിരെ പോലും നമ്മൾ ദ്വാരക്കാൻ പാടില്ല എന്നാണ്.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ ദുആ രക്കണം, ചില കാര്യങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. പ്രധാനപ്പെട്ട സുജൂദിൽ കിടന്നൊക്കെ നമ്മൾ ചെയ്യേണ്ട ദുആ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവാണേ, സ്വലാത്ത് മറക്കരുതേ. അറിയാവുന്ന സ്വലാത്തുകളൊക്കെ പറഞ്ഞോ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 5 രാവുകളിൽ പ്രധാനപ്പെട്ട രാവായി മഹാനായ ഇമാം ഷാഫി തങ്ങൾ എണ്ണിയത് വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്ന രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയപ്പെട്ട ദുആകളൊക്കെ നമ്മൾ പറഞ്ഞ് നല്ലവണ്ണം മനസ്സ് തുറന്ന് അള്ളാഹുവിലേക്ക് നല്ലവണ്ണം ദുആരക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റൊക്കെ നമ്മൾ ധാരാളമായി പറയുക. പിന്നെ കുടുംബ ബന്ധം ചേർക്കുക. റമദാനൊക്കെ വരികയാണ്. നമ്മൾ നനച്ചുകുളിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. അൽഹംദുലില്ലാ. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. നമ്മുടെ വേദന, വിഷമം, പ്രയാസം, സങ്കടം എല്ലാം അള്ളാഹു തആല മാറ്റി ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അള്ളാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും അള്ളാഹു തആല പരിഹാരം തരട്ടെ. റമദാനിലേക്ക് പടച്ചവൻ നമ്മുടെ എല്ലാവരെയും ആഫിയത്തോടു കൂടി എത്തിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.